കേരള ക്രിസ്തീയ ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ ഫാദർ തോമസ് മണ്ണൂർ എന്ന നാമം വിളക്കിച്ചേർക്കപ്പെടുമ്പോൾ ഉലയിൽ ഊതിക്കാച്ചിയെടുത്ത കാരിരുമ്പിൻ്റെ കരുത്തായി സഭയുടെ താങ്ങാകുന്നു മണ്ണൂരച്ചൻ. ദാരിദ്ര്യവും സഹനവും ഇച്ഛാശക്തിയും കൊണ്ട് കെട്ടിപ്പടുത്ത ഗോപുരങ്ങളിൽ ആത്മീയതയെ ആവാഹിച്ച് യേശുവിനെ കുടിയിരുത്തി മുന്നേറിയ അതികായൻ. സ്നേഹവും സഹനവും പ്രാർത്ഥനയും ക്രിസ്തീയതയുടെ മുഖമുദ്രയെന്ന് തൻ്റെ പന്ഥാവുകളിലെ പാദമുദ്രകളിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത് മണ്ണൂരച്ചൻ കാലത്തിന് മുന്നേ നടക്കുന്നു. പുറപ്പാടിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന പ്രയാണ നാളുകൾ. കൂട്ടമായി പ്രവാസത്തിലേർപ്പെട്ട ഒരു ജനതയെ നയിക്കാൻ അന്ന് മോശയുണ്ടായിരുന്നു. തേനും പാലും സ്വപ്നം കണ്ടിറങ്ങിയ ഒരു ജനതയെ ഫറവോന്റെ കുടില തന്ത്രങ്ങളിൽ പെടുത്താതെ ദൈവം കാത്തു പരിപാലിച്ചു. മന്നയായും നീരുറവയായും ചെങ്കടൽ പകുത്തും അത്ഭുതങ്ങൾ കാണിച്ച് ദൈവം അവർക്ക് മുന്നേ ശത്രുവിന് പ്രതിരോധം തീർത്തു. അത് പുറപ്പാടിന്റെ പഴയ കാലം. 1966 തലചായ്ക്കാൻ മണ്ണിനിടം തേടി പുറപ്പെട്ട ഒരു ജനത ഷിമോഗ എന്ന കർണാടക ഗ്രാമത്തിന്റെ വനാതിർത്തികളിൽ കൂരകൾ കെട്ടി പാർപ്പിടമൊരുക്കി. മണ്ണിനെ കിളച്ചുമറിച്ച് ജീവിത ചാലുകൾ തീർത്ത് അവർ പറിച്ചു നടപ്പെട്ട ജീവിതത്തെ മുളപ്പിച്ചു. ഗുജറാത്തിൽ നിന്നും മണ്ണൂരച്ചൻ പിന്നീട് മാനന്തവാടി പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ഊട്ടി ടൗണിലേക്കാണ് പറിച്ചു നടപ്പെട്ടത്. നീണ്ട അധ്വാനത്തിൻ്റെ ഫലമായി അച്ഛൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴേക്കും വയനാടിൻ്റേതിൽ നിന്നും വിഭിന്നമായ സംസ്കാരവും കാലാവസ്ഥയും ചിന്ന ഭിന്നമായി വീശുന്ന മഴയുടെ ശീൽക്കാരങ്ങളും കൊടും തണുപ്പിൻ്റെ കാഠിന്യത്തിലേക്കുമാണ് മണ്ണൂരച്ചൻ എത്തിപ്പെട്ടത്. താമസിക്കാൻ സ്ഥലമില്ല. എന്തു ചെയ്യും? എവിടെ തുടങ്ങും? ചോദ്യങ്ങളല്ലാതെ മറ്റൊന്നും അച്ഛൻ്റെ മുന്നിലില്ല. പരിചയമില്ലാത്ത സ്ഥലം, ആളുകൾ, ഭാഷ. പള്ളിക്ക് സ്ഥലം കണ്ടെത്തണം. അതിന് പണം വേണം. തൽക്കാലം തനിക്കൊരു വാസസ്ഥലം വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുഡ് ഷെപ്പേർഡ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ സഹായത്താൽ ഒരു താമസ സ്ഥലം അച്ഛന് ശരിയാവുന്നത്. കിലോമീറ്ററുകളോളം കാൽനടയായി നടന്നാണ് അച്ഛൻ ഇടവകക്കാര്യം നോക്കാൻ ഊട്ടി ടൗണിൽ എത്തിക്കൊണ്ടിരുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് തിരുക്കൊച്ചിയിലുണ്ടായ ഭക്ഷ്യക്ഷാമമാണ് കുടിയേറ്റത്തിൻ്റെ പ്രധാന പ്രചോദന ഹേതു. തൊഴിൽ തേടി, കൃഷിഭൂമി തേടി ആളുകൾ എവിടെയെല്ലാം എത്താമോ അങ്ങോട്ടെല്ലാം പോയി. അങ്ങനെ കൊച്ചി രാജ്യത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും കുറേയേറെ കത്തോലിക്കർ ഊട്ടിയിലേക്ക് ചില്ലറ തൊഴിലിനും കച്ചവടത്തിനുമായി വന്നു. അങ്ങനെ വന്നവരാണ് ഊട്ടിയിലുള്ള സീറോ മലബാറുകാർ. അവരിവിടെ വന്നിട്ട് കാലങ്ങളേറെ ആയെങ്കിലും സ്വന്തമായ റീത്തിലെ കുർബാനയോ ആരാധനക്രമ സമ്പ്രദായങ്ങളോ ഒന്നുമില്ലായിരുന്നു. എങ്കിലും വിശ്വാസം കൈവെടിയാതെ ഊട്ടി ടൗണിലുണ്ടായിരുന്ന 4-5 ലത്തീൻ പള്ളികളിൽ അവർ പോയി ആധ്യാത്മിക കാര്യങ്ങൾ നിറവേറ്റിപ്പോന്നു. എങ്കിലും ഇവിടെ ഒരു പള്ളി ഉണ്ടാകണം സ്വന്തമായി എന്ന ആഗ്രഹം അടങ്ങാതെ അവരുടെ മനസ്സിൽ കിടന്നു. അങ്ങനെയാണ് മാനന്തവാടിയിൽ പോയി പിതാവിനെ കണ്ട് ഞങ്ങൾക്ക് ഒരച്ഛനെ തരണം, മലയാളത്തിൽ കുർബാന വേണമെന്ന് ഇവിടുത്തെ ചില ആളുകൾ പിതാവിനോട് ആവശ്യപ്പെട്ടത്. പിതാവ് ആവശ്യം സ്വീകരിച്ചു. ഇങ്ങോട്ട് അതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തു. ആദ്യം വന്നത് നമ്മുടെ പൊൻതൊട്ടി അച്ഛനാണ്. അച്ഛന് 3-4 സ്ഥലങ്ങളിൽ ഞായറാഴ്ച കുർബാന ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാം കൂടി നടക്കാൻ വിഷമമായി. അപ്പോഴാണ്
ഒരു മൈക്കിൾ അച്ഛനെ സഹായത്തിന് അയച്ചത്. അച്ഛൻ വന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛനെ തിരിച്ച് മാനന്തവാടിക്ക് വിളിക്കുകയും എന്നെ ഈ സ്റ്റേഷൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. വളരെ കുറച്ച് ആളുകളെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഇവിടെ ഒരു പള്ളി വേണോ ഇടവക വേണോ ആ കാര്യത്തിൽ രണ്ടഭിപ്രായം ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായാൽ കൊള്ളാം, പക്ഷേ നടക്കാൻ പോകുന്നില്ല എന്നായിരുന്നു പലരുടെയും ചിന്താഗതി. ഏതായാലും ചുരുക്കം ചില ആളുകളുടെ അങ്ങേയറ്റത്തെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലമായി ഇന്ന് ഈ കാണുന്ന പള്ളി ഉണ്ടായി, ഇടവകയ്ക്ക് രൂപം കിട്ടി. അങ്ങനെ ഊട്ടി ടൗണിൽ 23.5 സെന്റ് സ്ഥലം കിട്ടാമെന്ന് വെച്ചു. പിന്നീട് അതിൻ്റെ സാമ്പത്തികത്തിനായുള്ള നെട്ടോട്ടമായിരുന്നു. 1940 എൻ്റെ അപ്പൻ ഊട്ടിക്ക് വരികയുണ്ടായി. ഉപജീവനത്തിനായിട്ട് ജോലിക്കായിട്ടാണ് വന്നത്. അങ്ങനെ അങ്ങോട്ട് ഇവിടെ കച്ചവടം തുടങ്ങി 1953. അതോടുകൂടെ മറ്റം തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ രൂപതയിലുള്ള മറ്റം ഇടവകയിൽ നിന്ന് 3 പേരും, ചാവക്കാട് ഒരുമനൂർ ഭാഗത്തു നിന്ന് PC ജോൺ എന്നീ വന്നവരും ഊട്ടിയിലുണ്ടായിരുന്നു. അതില്ലാതെ കൊച്ചിൻ സൈഡിൽ നിന്ന് 2-3 പേരുണ്ടായിരുന്നു. അവരൊക്കെ ആയിരുന്നു ഊട്ടിയിലെ ആദ്യത്തെ മലയാളികൾ, ക്രിസ്ത്യാനി മലയാളികൾ. അവർ തുടങ്ങി വെച്ച് അങ്ങനെ അവരുടെ കാലഘട്ടത്തിൽ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഇരിക്കെ 2002 മെയ് മാസത്തിൽ KL ജോസഫിൻ്റെ അമ്മ മരിക്കുകയുണ്ടായി. അമ്മ മരിച്ചിട്ട് ഒരു മലയാള കുർബാന ചെല്ലാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷേ അതിനുള്ള സാധ്യതകൾ കണ്ടില്ല. അവസാനം സെൻറ്റ് മേരീസ് പള്ളിയിലെ അന്നത്തെ VG ആയിരുന്ന അന്തോണി സ്വാമി ഞങ്ങളോട് പറഞ്ഞു, മലയാളം കുർബാന ചെല്ലാൻ ഒരു അച്ഛനുണ്ട്, പക്ഷേ പാല സൈഡിൽ നിന്നുള്ളവരാണ്, പക്ഷേ ഇപ്പോൾ കുർബാന ചെല്ലുമോ എന്നുള്ളത് അറിയില്ല. എന്നിരുന്നാലും നിങ്ങൾ അങ്ങോരെ ഒന്ന് സമീപിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ തോമസ് മണിയങ്കാട്ട് അച്ഛനെ ഞങ്ങൾ സമീപിക്കുകയുണ്ടായി. തോമസ് മണിയങ്കാട്ട് അച്ഛൻ പറഞ്ഞു, കുർബാന ചെല്ലാൻ എനിക്ക് വലിയ വശമൊന്നുമില്ല. ഞാൻ കുറേ കാലങ്ങളായിട്ട് ലാറ്റിനിലാണ് കുർബാന ചെല്ലുന്നത്. അത് കാരണം എനിക്ക് അത്ര വലിയ വശമൊന്നുമില്ല. എന്നിരുന്നാലും ഞാൻ ഒരു ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെയുള്ള ആർട്രേഷൻ കോൺവെൻറ്റിൽ നിന്ന് പുസ്തകങ്ങളൊക്കെ വാങ്ങി അച്ഛനെ ഞങ്ങൾ ഏൽപ്പിച്ചു. അച്ഛൻ കുറച്ചൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ച് എന്നാൽ ഞാൻ ചെല്ലിക്കോളാം എന്ന് പറഞ്ഞു. കൂടാതെ ആർട്രേഷൻ സിസ്റ്റേഴ്സിൻ്റെ സഹായത്താലും അവിടെ വന്ന് അച്ഛൻ പാതി ചെല്ലിയും കൂടാതെ സിസ്റ്റേഴ്സ് ബാക്കിയുള്ളത് എടുത്ത് ചെല്ലുകയാണ് ഉണ്ടായത്. അങ്ങനെ എടുത്ത് ചെയ്തു. അങ്ങനെ അച്ഛൻ ആ കുർബാന അവിടെ നല്ല രീതിയിൽ സമർപ്പിക്കുകയായി. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ ആയി ഞങ്ങൾക്ക് ഒരു മലയാള കുർബാന വേണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു മലയാള കുർബാനയ്ക്ക് എന്താണ് മാർഗം എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറവങ്കാടിലുള്ള ഒരു ആൻ്റണി ചേട്ടൻ ഞങ്ങളെ സമീപിക്കുകയുണ്ടായി. KC ആൻ്റണിയുടെ വീട്ടിലും KM സേവ്യറിൻ്റെ അടുത്തും AM സേവ്യറിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് കടകളിൽ വരികയുണ്ടായി. ഇങ്ങനെ ഒരു സാധ്യത, നമുക്കൊരു മലയാളം കുർബാന നമുക്ക് ഊട്ടിയിൽ തുടങ്ങിക്കൂടെ, അതിന് നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാലും ചെയ്യാം, നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും ഉണ്ടാവും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ 2-3 പ്രാവശ്യം അങ്ങോരെ കൂടെ വരികയും നിങ്ങളെ അതിലേക്ക് മലയാള കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും ചെയ്യുണ്ടായി. അത് കഴിഞ്ഞ് AM സേവ്യറിൻ്റെ വീട്ടിൽ ആദ്യമായി ഞങ്ങൾ സീറോ മലബാറിൻ്റെ സഹോദരങ്ങൾ കത്തോലിക്കരായ എല്ലാ മലയാളികളെ കൂട്ടി ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി. ആ മീറ്റിങ്ങിൽ ഒരുവിധം നല്ല ആൾക്കാരും പങ്കുചേർന്നുണ്ടായിരുന്നു. അങ്ങനെ 2 മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ കുന്നൂരുള്ള തോമസ് പൊൻതൊട്ടി അച്ഛനോട് ഞങ്ങൾ ഈ അഭിപ്രായം പറയുകയും പൊൻതൊട്ടി അച്ഛൻ അതിനുവേണ്ടി സഹായം ചെയ്യുകയും ചെയ്തു. അപ്പോൾ കുർബാന ചെല്ലാം എന്ന് അങ്ങോട്ട് ഏറ്റു. അപ്പോൾ അത് ഊട്ടിയിൽ ഒരു പള്ളിയിൽ കുർബാന ചെല്ലണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ആരെ കയ്യിൽ നിന്ന് മേടിക്കും? അങ്ങനെ മാനന്തവാടി രൂപത ബിഷപ്പ് നമ്മുടെ പിതാവ്
ഊട്ടി പിതാവിനെ ഒരു ലെറ്റർ കൊടുത്തു, ഞങ്ങൾക്ക് മലയാളി സഹോദരങ്ങൾക്ക് കാത്തലിക്കിന് അവിടെ ഒരു മലയാളത്തിൽ കുർബാന ചെല്ലാൻ ആഗ്രഹമുണ്ട്, അതിന് ഞങ്ങൾക്ക് ഒരു പള്ളി ഒരുക്കി തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു ലെറ്റർ തരികയുണ്ടായി. അത് അന്നത്തെ പിതാവ് ആൻ്റണി അനന്തരായ പിതാവ് എന്ന് ഞാൻ ഓർക്കുന്നു. ആൻ്റണി അനന്തരായ പിതാവ് അതിന് സമ്മതം കൊടുക്കുകയും ഉണ്ണിമിശിഹ പള്ളിയിൽ വെച്ച് കുർബാന ചെല്ലാൻ വേണ്ടി ആ ഓർഡർ തരികയും ചെയ്തതുണ്ട്. അങ്ങനെ ആ ഓർഡർ പിതാവിന് അയച്ചു. പിതാവ് അത് ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഉള്ള ഒരു കാര്യം, ഈ അച്ഛനെ താമസിപ്പിക്കാനും അച്ഛനുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനും എങ്ങനെ സ്ഥലം ഉണ്ടാവും എന്നുള്ളതാണ് പിന്നത്തെ ഒരു ചോദ്യം വന്നത്. ആ ചോദ്യത്തിന് ദൈവത്തിൻ്റെ കൃപയാൽ ഗുഡ് ഷെപ്പേർഡ് ഇൻ്റർനാഷണൽ സ്കൂളിലെ പ്രിൻസിപ്പാൾ PC തോമസ് അതിന് എല്ലാ സൗകര്യങ്ങളും ഒരു ചാപ്പലും കൂടി ഞങ്ങൾക്ക് തരികയുണ്ടായി. അവിടെ നിന്ന് ആദ്യമായി വന്ന് മൈക്കിൾ അച്ഛനായിരുന്നു ആദ്യത്തെ ഈ സൗരഭത്തിൻ്റെ മുമ്പിലുള്ള ആൾ. അങ്ങോര് ഉണ്ണിമിശിഹ പള്ളിയിലെ കാലത്ത് ഞായറാഴ്ചകളിലെ എല്ലാ ഞായറാഴ്ചകളിലും കാലത്ത് 8 മണിക്ക് കുർബാനയും വൈകുന്നേരം 4:30 മണിക്ക് കുർബാനയും വെച്ചു. അങ്ങനെ സുമാർ കുറച്ച് കാലത്തേക്ക് മാത്രമേ അങ്ങോര് ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം മണ്ണൂരച്ഛൻ ഇവിടെ കടന്നു വരികയുണ്ടായി. മണ്ണൂരച്ഛൻ വന്നു. അതേ സമയം സ്കൂളിൽ താമസിച്ചു. കുറച്ച് ദിവസങ്ങൾ അവിടെ താമസിച്ചതിന് ശേഷം നേരെ ഈ ലൊറേറ്റ ഹൗസിലേക്ക് താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പള്ളിക്ക് സ്ഥലം വേണമെന്നുള്ള ഒരു ചിന്ത വന്നത്. അപ്പോൾ ഈ പള്ളി വേണമെന്ന് പറയുമ്പോൾ അതിന് വലിയൊരു ഫണ്ട് ആവശ്യമുണ്ട്. ഊട്ടിയിലുള്ള ആകെ കാത്തലിക്കിൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഫണ്ട് എടുത്ത് സ്ഥലം മേടിക്കാൻ മാത്രം കാശുള്ളവരല്ല. അപ്പോൾ അതിനെ പലരും തിരോത്സാഹപ്പെടുത്തിയിരുന്നു. അതെന്തിനാണ് നമുക്ക് പള്ളി, അതിൻ്റെ ആവശ്യമില്ല, പള്ളികളുടെ ആവശ്യമൊന്നും നമുക്കില്ല, ഒരു പള്ളി ഉണ്ടല്ലോ അത് മതി എന്നാണ് അവരുദ്ദേശിച്ചത്. പക്ഷേ അവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായപ്പോൾ അവർ നമ്മോട് കൂടെ യോജിക്കുകയും അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യാൻ അവർ ഒരുക്കമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലം മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യമത്തിലേക്ക് ഇറങ്ങിയത്. ഈ ഉദ്യമത്തിലേക്ക് ഇറങ്ങി ഞങ്ങൾ പല സ്ഥലത്തും പള്ളിക്ക് വേണ്ടി സ്ഥലം നോക്കി. പക്ഷേ സ്ഥലം നോക്കുമ്പോഴൊക്കെ പള്ളിക്ക് എന്ന് പറയുമ്പോൾ അതിനെ ചിലപ്പോൾ ചിലരൊക്കെ ഒബ്ജക്ഷൻ പറയുകയുണ്ടായി, പിന്നെ അല്ലെങ്കിൽ സ്ഥലത്തിന് വില ജാസ്തി പറയുകയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നത്തെ VG ആയിരുന്ന അന്തോണി സ്വാമി ഞങ്ങളോട് പറയുകയുണ്ടായി, ഇന്ന സ്ഥലത്ത് സെൻറ്റ് മേരീസ് ഹില്ലിൽ ലൊറേറ്റ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, ആ ഭാഗത്ത് നിങ്ങൾ വന്ന് നോക്കുക, അവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്ഥലം അവിടെ കാലിയായിട്ട് കിടക്കുന്നുണ്ട്, അത് ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലം കാണുകയും അന്ന് 23.5 സെൻറ്റ് സ്ഥലം ഞങ്ങൾ വാങ്ങുകയാണ് ചെയ്തത്. അതിന് ഫണ്ട് വേണം. ഈ ഫണ്ട് മേടിക്കാൻ പിതാവിൻ്റെ അടുത്താണ് ഞങ്ങൾ എല്ലാറ്റിനും ഞങ്ങൾ പിതാവിൻ്റെ അടുത്താണ് ചെല്ലാറ്. പിതാവ് ഇരുകരങ്ങളും സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു, മുന്നോട്ട് വെച്ച കാലം ഇനി ഒരിക്കലും പിന്നോട്ടില്ല, നമ്മൾ ആ സ്ഥലം എന്ത് തന്നെ വന്നാലും നമ്മൾ വാങ്ങാം, അതിന് പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ മുന്നോട്ട് തന്നെ പൊക്കോളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ പിതാവിൻ്റെ ധൈര്യത്താലാണ് ഞങ്ങൾ ആദ്യമായി ഈ കച്ചവട സ്ഥലം ഉറപ്പിക്കുന്നത്. അതിൻ്റെ മുൻപന്തിയിൽ AM സേവ്യർ ഉണ്ടായിരുന്നു, അതില്ലാതെ KM സേവ്യർ ഉണ്ടായിരുന്നു, KC ആൻ്റണി ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഞാനും പിന്നെ VJ തോമാച്ചനും എല്ലാവരും കൂടിയാണ് അത് ചെയ്തത്. ഇതിൻ്റെ മുൻപന്തിയിൽ നിന്നത് AM സേവ്യർ തന്നെയാണ് ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുകയും ആദ്യമായി ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്ഥലം മേടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് സ്ഥലത്തിൻ്റെ ഇടയിൽ സ്ഥലം മേടിച്ചപ്പോൾ അത് പിന്നെ എന്തിനാണ് സ്ഥലം മേടിക്കണേ എന്നുള്ളത് ഒരു ചോദ്യങ്ങളായി. അതുകൂടെ ഞങ്ങൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ സമ്മതിക്കുകയൊക്കെ ഉണ്ടായി. അതല്ലാതെ കുഴപ്പമില്ലാതെ പോയി. അത് കഴിഞ്ഞാണ് ഈ പഴയ ഈ പള്ളിയിൽ, ഈ കാണുന്ന പള്ളിയിൽ നമ്മൾ കുർബാന ചെല്ലാൻ വേണ്ടി വൈകുന്നേരം 4:30 മണിക്ക് നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും 4:30 മണിക്ക് കുർബാന ചെല്ലാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ സോൾവ് ചെയ്ത് പോയി. അത് കഴിഞ്ഞ് മണ്ണൂരച്ഛൻ വന്നു, ഈ സ്ഥലത്ത് താമസിച്ചു കഴിഞ്ഞ് ഇതിന് ഫണ്ട് വേണം ആൾക്കാർക്ക്. നമ്മുടെ അച്ഛനെ 2 കൊല്ലം അച്ഛവിടെ ഇരുന്നു. അച്ഛന് ഈ വളരെ കുറച്ച് ആൾക്കാരുള്ള കാരണം അച്ഛന് അലവൻസ് എടുക്കാൻ തന്നെ സാധിച്ചിരുന്നില്ല. അപ്പം അച്ഛൻ 2 കൊല്ലം മണ്ണൂരച്ഛൻ അലവൻസ് ഇല്ലാതെ തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചത്. അങ്ങയുടെ സുത്യർഹമായ നേട്ടം തന്നെയാണത്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ അറിയും, നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അങ്ങോര് മുൻകൈയെടുത്തിരുന്നു. അതേമാതിരി തന്നെ കല്യാണം എന്ന് പറയുന്നത് നമ്മൾ തീരുമാനിച്ചുറപ്പിച്ച് നമ്മുടെ വീട്ടിലൊരു കാര്യത്തിന് വരുമ്പോൾ എല്ലാവരും മുൻകൂട്ടി വരും. മരണം സംഭവിക്കുമ്പോൾ അങ്ങനെ ആരും ഉണ്ടാവാറില്ല. പെട്ടെന്ന് ഓടിച്ചെല്ലുക മലയാളി കാത്തലിക് തന്നെയാണ്.
അപ്പോൾ നമ്മുടെ സമൂഹം നമുക്ക് വളർത്തിയെടുത്താൽ മാത്രമേ നമ്മളെ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പെട്ടെന്ന് ഒരു മരിച്ചു, അപ്പോൾ ആ സമയത്ത് രാത്രി 12 മണിയായാലും ഈ കൊടുന്തണുപ്പത്ത് ഞങ്ങൾ അവിടെ ചെന്ന് അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കും. അവർക്ക് കുദാശകളിൽ എന്തൊക്കെ ചെയ്യണം, അവരേത് രൂപത്തിലെല്ലാം സഹായിക്കണം എന്ന് ഞങ്ങൾ എല്ലാവരും, ഞങ്ങളുടെ ചെറിയ കമ്മ്യൂണിറ്റി ആയാലും വളരെ കുറച്ച് മെമ്പറായുള്ള ഞങ്ങളെല്ലാവരും അവിടെ മരണ വീട്ടിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്നവരെ ഞങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് മറുനാട്ടിൽ താമസിക്കുന്ന ഒരു മലയാളിക്ക് അത് ഏറ്റവും സന്തോഷമായ കാര്യമാണ്. ആളുകളുണ്ട് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് എപ്പോഴും ഉണ്ട്. സ്ഥലം മേടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇതിന് സ്ഥലത്തിന് വേണ്ടിയിട്ട് അച്ഛൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു. പിന്നെ ഇതിന് ഫണ്ട് വേണമെന്ന് വെച്ചിട്ട് അച്ഛൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ സ്ഥലം കൊടുക്കാൻ വേണ്ടി ആളിച്ചത്. അപ്പോൾ അന്ന് കാലത്തൊന്നും പണിക്ക് ആൾക്കാരില്ല, പണിക്ക് ആൾ നിർത്തിയാലും കാശ് കൊടുക്കാനില്ല. അത് കാരണം അച്ഛൻ തന്നെ ആണ് ഈ ഒരു 10-18 കട്ടിൽ മേടിച്ചിടുകയുണ്ടായി. ആ കട്ടിലിൽ പിന്നെ ആൾക്കാരെ ടൂറിസ്റ്റുകാരെ കൊണ്ടുവന്ന് അങ്ങനെ അതിനുവേണ്ടി ആൾക്കാരെ കൊണ്ടുവരും. ആൾക്കാരെ എല്ലാ സ്ഥലത്തേക്കും ഫോൺ ചെയ്യും, എന്നിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തും. അത് കഴിഞ്ഞ് രാത്രി 12 മണിയായാലും അച്ഛൻ ബസ് സ്റ്റാൻഡിൽ പോയി ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവരാറുണ്ട്. അത് കഴിഞ്ഞാൽ ബാത്റൂം കഴുകുക, അത് കഴിഞ്ഞ് റൂം ക്ലീൻ ചെയ്യുക, ഇതൊക്കെ അച്ഛൻ തന്നെയാണ് ചെയ്യാറ്. ഞങ്ങൾ ആരെയും വിളിക്കുകയോ അല്ലെങ്കിൽ ശല്യപ്പെടുത്തുകയോ ചെയ്യാറില്ല. അങ്ങോട്ട് അതൊരു പ്രേക്ഷിത വർക്കായിട്ടാണ് അങ്ങോട്ട് അത് കണ്ടത്. ഇന്നും നിലനിൽക്കുന്ന ഈ പഴയ കെട്ടിടം അന്ന് ഊട്ടിയിലെ തന്നെ പ്രൗഢഗംഭീരമാർന്ന ഒരു ഹൗസായിരുന്നു. ലൊറോട്ട ഹൗസ് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. ഇന്നും അതങ്ങനെ തന്നെ. വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഒരു ഇടവകയാണ് സെൻറ്റ് ജോസഫ് ദേവാലയം ഊട്ടിയിൽ. 5-6 കുടുംബങ്ങൾ മാത്രമേ ഇതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ബഹുമാനപ്പെട്ട തോമസ് മണ്ണൂരച്ചനോട് ചേർന്ന് നിന്ന് അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചും അധ്വാനിച്ചും ഇന്ന് ഈ സെൻറ്റ് ജോസഫ് ദേവാലയം 50-ലധികം കുടുംബങ്ങളുള്ള ഒരു ദേവാലയമായിട്ട് ഉയർന്നിരിക്കുകയാണ്. ഇന്ന് ഈ ഇടവകയ്ക്ക് എല്ലാ സൗകര്യങ്ങളും സ്വന്തമായിട്ട് ഉണ്ട്. സ്വന്തമായി ഒരു ദേവാലയമായി, പള്ളി മുറിയും സൗകര്യങ്ങളുമായി, ചെറിയ രീതിയിലൊരു പാരിഷ് ഹാളായി, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഇടവകയായിട്ട് ഇന്ന് ഊട്ടി ഇടവക മാറിയിട്ടുണ്ട്. ഊട്ടി ടൗണിൻ്റെ നടുവിൽ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു സ്ഥലം, അവിടെ മനോഹരമായ ഒരു ദേവാലയം. ഈ ഇടവകയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഇടവകയിലെ കൂടുതൽ കുടുംബങ്ങൾക്കും അവരുടെ നാട്ടിൽ അവർക്ക് സ്വന്തമായ ഭവനവും അവിടുത്തെ ഇടവകയിൽ അംഗത്വമുണ്ട്. അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായും ജോലിയുടെ ഭാഗമായും മക്കളുടെ പഠനത്തിൻ്റെ ഭാഗമായുമൊക്കെയാണ് അവർ കൂടുതലായിട്ടും ഈ ഊട്ടിയിൽ താമസമാക്കിയിട്ടുള്ളത്. അത് ഈ ഇടവകയിലെ കുടുംബങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ ചെറിയ എണ്ണം കുടുംബങ്ങൾ മാത്രമേ ഈ ഊട്ടി ഇടവകയിൽ സ്ഥിരമായിട്ടുള്ളൂ എന്നത് ഈ ഇടവകയുടെ ഒരു പ്രത്യേകതയാണ്. എങ്കിലും ഇപ്രകാരം ജോലിക്കും പഠനത്തിനും ബിസിനസ് ആവശ്യങ്ങൾക്കുമൊക്കെ ആയിട്ട് ഇവിടെ ആയിരിക്കുന്ന ഈ കൂടുതൽ ആളുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഈ ഒരു ഇടവക ദേവാലയം എന്നത് ഇവിടെ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യവുമാണ്. ഈ ഇടവകയുടെ മക്കൾക്ക് എപ്പോഴും നന്ദിപൂർവ്വം മാത്രം സ്മരിക്കേണ്ട ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട തോമസ് മണ്ണൂരച്ചൻ. ഈ ഇടവകയുടെ ആരംഭദിശയിൽ ഇതിനുവേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെടുകയും ഈ ഇടവക ഇന്നത്തെ അവസ്ഥയിലേക്ക് വളർത്തുകയും ചെയ്യുന്നതിൽ മണ്ണൂരച്ചൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതെപ്പോഴും ഊട്ടി ഇടവകയ്ക്ക് നന്ദിപൂർവ്വം മാത്രമേ ഓർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഇടവകയുടെ ആരംഭത്തിൽ ഇവിടെ യാതൊരു സൗകര്യങ്ങളും ഇല്ലാതിരുന്ന അവസ്ഥയിൽ വളരെ പഴയ ഒരു കെട്ടിടത്തിൽ വളരെ ചുരുങ്ങിയ പരിമിതമായ സാഹചര്യങ്ങളിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് ഈ ഇടവകയെ ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ഇടവക സമൂഹമാക്കി ഉയർത്തുന്നതിൽ ബഹുമാനപ്പെട്ട തോമസ് മണ്ണൂരച്ചൻ വഹിച്ച പങ്ക് വളരെ നന്ദിപൂർവ്വം മാത്രമേ ഈ ഇടവകാംഗങ്ങൾക്ക് ഓർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.